ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഗണിതം വിഷയത്തിൽ വരുന്ന രണ്ടാമത്തെ പാഠമാണ്. ഒരു ഭിന്നം പല രൂപം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അംശവും ഛേദവും. അളവുകളുടെ ഭാഗങ്ങളെ ഭിന്നസംഖ്യകളായി എഴുതുന്നത് 5ാം ക്ലാസ്സിൽ കണ്ടല്ലോ. നമുക്ക് അളവുകൾ തന്നാൽ എങ്ങനെ ഭിന്നസംഖ്യയായിട്ട് എഴുതാമെന്ന് നോക്കാം. ഇതൊരു വൃത്തമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു വൃത്തമാണ്. ഈ വൃത്തത്തെ ഞാൻ 2 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചു. അതായത് നടുവിലൂടെ ഒരു വര വരച്ച് ഈ ഒരു വൃത്തത്തെ 2 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ഇതിലുള്ള മുകളിലുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ ഭിന്നസംഖ്യയായിട്ട് പറയാം? ഞാനിവിടെ എടുക്കുന്നത് മുകളിലുള്ള ഈ ഒരു ഭാഗമാണ്. ഇവിടെ ചുവപ്പ് നിറം കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ ഭിന്നസംഖ്യയായിട്ട് പറയാം? ഇവിടെ ഈ വൃത്തത്തിന് ആകെ എത്ര ഭാഗങ്ങളുണ്ട്? ആകെ മൊത്തത്തിൽ 2 ഭാഗമാണ്. അത് നിങ്ങൾ ഛേദമായിട്ട് അടിയിൽ എഴുതണം. എത്ര ഭാഗമാണ് ഞാൻ എടുക്കുന്നത്? ഒരു ഭാഗമാണ്. 2 ഭാഗത്തിലെ ഒരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. അത് നിങ്ങൾ അംശമായിട്ട് എഴുതണം. അപ്പോൾ മുകളിലുള്ള ഭാഗത്തിൻ്റെ ഭിന്നസംഖ്യ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 1/2 എന്നാണ് ഉത്തരം വരുന്നത്. ഇനി താഴെയുള്ള ഈ ഒരു ഭാഗത്തിൻ്റെ ഭിന്നസംഖ്യ എഴുതാൻ പറയാണ്. താഴെയുള്ള ഈ ഒരു ഭാഗം പച്ച നിറം കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗമാണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഭിന്നസംഖ്യ എഴുതുക? ആകെ എത്ര ഭാഗങ്ങളാണുള്ളത്? 2 അത് നിങ്ങൾ ഛേദമായിട്ട് എഴുതണം. അതിൽ ഒരു ഭാഗമാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ മുകളിൽ 1 അംശമായിട്ട് 1 എന്ന് എഴുതണം. 1/2 എന്നാണ് താഴെയുള്ള ഭാഗത്തിൻ്റെയും ഭിന്നസംഖ്യയിൽ എഴുതുമ്പോൾ വരുന്നത്. സോ മുകളിലുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ 1/2 ആണ്. താഴെയുള്ള ഭാഗം എടുക്കുകയാണെങ്കിലും 1/2 ആണ്. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ വൃത്തത്തിലായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതേ കാര്യം നമുക്ക് എങ്ങനെ ഒരു ചതുരത്തിൽ പറയാമെന്ന് നോക്കാം. ഈ ഒരു ചതുരത്തെ ഞാൻ 2ആയിട്ട് ഭാഗിക്കുന്നുണ്ട്. തുല്യ ഭാഗങ്ങളാണ്. ഓക്കെ, തുല്യമായിട്ട് 2ആയിട്ട് ഭാഗിക്കുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത്, ഈ ചതുരത്തിൻ്റെ ആകെയുള്ള അളവ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഓക്കെ, 1 മീറ്റർ അളവ് വരുന്ന ചതുരമാണിത്. ഇതിനെ 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ചോദിക്കുകയാണ്, ഇതിലുള്ള ഈ ഒരു ഭാഗം, ഇവിടെ ഇടതുവശത്തുള്ള ഈ ഒരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത് എങ്കിൽ ഈ ഒരു ഭാഗത്തിൻ്റെ ഭിന്നസംഖ്യയിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ആകെ മൊത്തം എത്ര ഭാഗമാണുള്ളത്? 2 ഭാഗം. അതിൽ എത്ര ഭാഗമാണ് എടുക്കുന്നത്? ഒരു ഭാഗം. 1/2 എന്നാണ് വരുന്നത്. ഇതേപോലെ വലതുവശത്തുള്ളതും 1/2 എന്നാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചതുരം നൽകിയിട്ടുണ്ട്. 1 മീറ്റർ ഉള്ള ചതുരമാണ്. 2 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഭാഗങ്ങളാക്കുമ്പോൾ ഒന്നാമത്തെ ചതുരം 1/2 മീറ്ററും രണ്ടാമത്തെ ചതുരവും 1/2 മീറ്ററാണ് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു വൃത്തത്തെ 2 ഭാഗങ്ങളല്ല ആക്കുന്നത്, 4 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റുകയാണ്. ഓക്കെ, ഈ ഒരു വൃത്തം, ആദ്യ ഒരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് ഈ ഒരു വൃത്തത്തെ തുല്യമായിട്ടുള്ള 4 ഭാഗങ്ങളാക്കി മാറ്റുക. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ തുല്യമായിട്ടുള്ള 4 ഭാഗങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതിലുള്ള ഈ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ, ഈ റെഡ് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഭിന്നസംഖ്യ എന്ത് എന്ന് ചോദിച്ചാൽ ഇവിടെ ആകെ എത്ര ഭാഗങ്ങളാണുള്ളത്? ടോട്ടലി ഈ ഒരു വൃത്തത്തിന് 4 ഭാഗങ്ങളാണ്. അതാണ് നിങ്ങൾ ഛേദമായിട്ട് അടിയിൽ എഴുതേണ്ടത്. എത്ര ഭാഗമാണ് എടുക്കുന്നത്? ഒരു ഭാഗം. അപ്പോൾ മുകളിൽ അംശമായിട്ട് 1 എന്നാണ് വരിക. 1/4 എന്നാണ് ഇതിൻ്റെ വരിക. ഇനി അടുത്തത് ഈ ഒരു ബ്ലൂ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ ആകെ മൊത്തം 4 ഭാഗങ്ങളാണ്, എടുക്കുന്നത് ഒരു ഭാഗമാണ്. ഇനി ഇതിൻ്റെതോ ആകെ മൊത്തം എത്ര ഭാഗമുണ്ട്? അതാണ് നിങ്ങൾ ഛേദമായിട്ട് എഴുതേണ്ടത്, അതായത് 4. എന്നിട്ട് എടുക്കുന്നത് എത്രയാണ്? ഒരു ഭാഗമാണ്. അപ്പോൾ 1 എന്നാണ് അംശമായിട്ട് എഴുതേണ്ടത്. ഇവിടെ 4 ഭാഗത്തിൻ്റെതും ചോദിച്ചാലും 1/4 എന്നാണ് ഉത്തരം വരുന്നത്. ഇനി ഇതേ കാര്യം നമുക്ക് ചതുരത്തിൽ ഒന്ന് പറയാം. ഇവിടെ ഒരു ചതുരം വരച്ചിട്ടുണ്ട്. ഈ ചതുരത്തെ നമുക്ക് തുല്യമായിട്ടുള്ള 4 ഭാഗങ്ങളായിട്ട് ഭാഗിക്കണം. ഓക്കെ, 4 ഭാഗങ്ങളാക്കി വരയ്ക്കുക. എന്നിട്ട് ചോദ്യം ഇതാണ്, ഇതിലുള്ള ഒരു ഭാഗം എടുക്കുകയാണ്. ഇവിടെ ഈ ചുവപ്പ് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഭിന്നസംഖ്യ എന്ത് എന്നാണ്? ആകെ മൊത്തം 4 ഭാഗങ്ങളാണ്, എടുക്കുന്നത് ഒരു ഭാഗമാണ്. സോ അംശമായിട്ട് 1 എന്ന് വരും. 1/4 ആണ് ഉത്തരം. ഇനി ചോദിക്കുകയാണ്, ഈ ഒരു ഭാഗം ബ്ലൂ കളർ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം മാത്രം എടുക്കുകയാണെങ്കിലോ? അപ്പോഴും ഒരു ഭാഗമാണ് എടുക്കുന്നത്, ആകെ മൊത്തം 4 ആണ്. സോ എല്ലാത്തിൻ്റെതും 1/4 1/4 എന്നാണ് വരുന്നത്. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇനി വീണ്ടും ഒരു വൃത്തം വരയ്ക്കുക. ഈ ഒരു വൃത്തത്തെ 4 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കുക.
എന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെ ചുവപ്പ് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും, അതായത് 3 ഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്താണ് ഭിന്നസംഖ്യ എന്നാണ് ചോദ്യം. ആകെ മൊത്തം എത്ര ഭാഗങ്ങളുണ്ട്? 4. അതാണ് ഛേദം. എത്ര ഭാഗമാണ് എടുക്കുന്നത്? 3 ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ അംശമായിട്ട് നിങ്ങൾ 3 എന്ന് എഴുതണം. 3/4 ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ചോദിക്കുകയാണ് ഇവിടെ ഈ ഒരു ഭാഗം എടുക്കുകയാണെങ്കിലോ, അതായത് ഈ ഒരു ഭാഗം മാത്രം ബ്ലൂ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ഭാഗം എടുക്കുകയാണെങ്കിലോ, ആകെ മൊത്തം 4 ഭാഗങ്ങളാണ്, അത് ഛേദം. ഒരു ഭാഗമാണ് എടുക്കുന്നത്, അതാണ് അംശം. 1/4 എന്നാണ് ഈ ഒരു ഭാഗത്തിൻ്റെത് വരുന്നത്. മനസ്സിലായല്ലോ? ഇതേപോലെ നമുക്ക് ചതുരത്തിലും നോക്കാം. ചതുരം എടുത്തിട്ട് 4 തുല്യ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഭാഗിക്കുക, 4 പാർട്സ് ആക്കുക, 4 ഭാഗങ്ങളാക്കുക. എന്നിട്ട് ചോദിക്കുകയാണ് ഈ 3 ഭാഗങ്ങൾ എടുക്കുകയാണ്. ഓക്കെ, ഈ 3 ഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഭിന്നസംഖ്യ എന്ത്? ആകെ മൊത്തം 4 ഭാഗങ്ങളാണ്, അത് ഛേദം. എത്ര ഭാഗമാണ്? 3 ഭാഗമാണ് എടുക്കുന്നത്, അതാണ് അംശമായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി ഈ ഒരു ഭാഗം എടുക്കുകയാണെങ്കിലോ, ആകെ മൊത്തം 4 ആണ്, എടുക്കുന്നത് ഒരു ഭാഗമാണ്. 1/4 എന്നാണ് ഉത്തരം. ഇതാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഭാഗത്ത് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 2 വൃത്തങ്ങൾ വരയ്ക്കാം. ഒന്ന് 4 ഭാഗങ്ങളാക്കിയിട്ടുള്ളതും ഒന്ന് 2 ഭാഗമാക്കിയിട്ടുള്ളതും. ആദ്യത്തെ വൃത്തത്തിന് 2 ഭാഗങ്ങൾ എടുക്കുകയാണ്. 4 ഭാഗങ്ങളാണ് മൊത്തത്തിലുള്ളത്, അവിടെ 2 ഭാഗമാണ് എടുക്കുന്നത്. ഭിന്നസംഖ്യ എന്താണ് വരിക? 2/4 എന്നാണ്. ആകെ മൊത്തം 4 ആണ്, അത് ഛേദം. എടുക്കുന്നത് 2 ആണ്, അതാണ് അംശമായിട്ട് വരിക. ഇനി നമ്മുടെ രണ്ടാമത്തെ വൃത്തത്തിൽ 2 ഭാഗമാണ് ആക്കിയിട്ടുള്ളത്, മുകളിലുള്ള ഭാഗം മാത്രം എടുക്കുകയാണ്. അപ്പോഴോ 1/2 എന്നാണ് വരുന്നത്. എടുക്കുന്നത് 1 ആണ്, ആകെ മൊത്തം 2 ഭാഗമാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ 2 വൃത്തവും കാണാൻ ഒരേപോലെയല്ലേ? അതായത് 2/4ഉം 1/2ഉം സെയിം തന്നെയാണ്, തുല്യമാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് കണ്ടെത്തിയിട്ടുള്ളത്? 2/4ന് തുല്യമാണ് 1/2 എന്നാണ്. ഓക്കെ, ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. പല രൂപത്തിലുള്ള ഭിന്നസംഖ്യകൾ ഒരേ അളവാക്കാം എന്നും കണ്ടു. ഉദാഹരണമായി 2/4ഉം 1/2ഉം ഒരേ ഭാഗം തന്നെ. അതിപ്പോൾ നമ്മൾ വരച്ച് കണ്ടല്ലോ. ചിത്രം നോക്കിക്കേ, 2/4ഉം 1/2ഉം തുല്യമാണെന്ന് കാണിച്ചിട്ടുണ്ട്. വൃത്തത്തിലും കാണിച്ചിട്ടുണ്ട്, ചതുരത്തിലും കാണിച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് വീണ്ടും 2 വൃത്തങ്ങൾ വരയ്ക്കാം. ആദ്യത്തെ വൃത്തത്തെ നിങ്ങൾ 6 തുല്യ ഭാഗങ്ങളാക്കണം. 6 തുല്യ ഭാഗങ്ങളാക്കണം. ഓക്കെ, സോ ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ 6 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. എന്നിട്ട് താഴെയുള്ള വൃത്തത്തെ 2 ഭാഗമാണ് ആക്കേണ്ടത്. ഇനി 6 ഭാഗങ്ങളാക്കിയിട്ടുള്ള ഈ ഒരു വൃത്തത്തിനെ കുറിച്ച് പറയുകയാണ്. ഈ ഒരു വൃത്തത്തിൽ നമ്മൾ 3 ഭാഗം എടുക്കുകയാണ്. ഓക്കെ, എത്ര ഭാഗമാണ്? 3 ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ ഭിന്നസംഖ്യ എന്താണ് വരിക? ആകെ മൊത്തം 6 ആണ്, അതുകൊണ്ട് ഛേദം 6. എടുക്കുന്നത് 3 ഭാഗമാണ്, അതുകൊണ്ട് 3/6 എന്നാണ് വരുന്നത്. ഇനി താഴെയുള്ള വൃത്തത്തിൽ നമ്മൾ 1 ഭാഗം എടുക്കുകയാണ്, അപ്പോൾ 1/2 എന്ന് വരും. കാണാൻ ഒരുപോലെയല്ലേ? അതായത് 3/6ഉം 1/2ഉം തുല്യമാണ് എന്നാണ് നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു ചിത്രത്തിൽ കാണിക്കുന്നത്. 3/6ഉം 1/2ഉം തുല്യമാണ്. അത് വൃത്തത്തിലും കാണിക്കുന്നുണ്ട്, ചതുരത്തിലും കാണിക്കുന്നുണ്ട്. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആദ്യം ഒരു വൃത്തത്തെ 2 ഭാഗമാണല്ലേ ആക്കിയിട്ടുള്ളത്. ഇതിലെ ഓരോ ഭാഗത്തെയും 3 ഭാഗങ്ങളാക്കിയാലോ? ആദ്യത്തെ ഭാഗവും 3 ആക്കുക, രണ്ടാമത്തെ ഭാഗവും 3 ആക്കുക. അപ്പോൾ 6 ഭാഗങ്ങളാക്കിയിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ ആദ്യം വരച്ച വൃത്തം മനസ്സിൽ കാണുക. അതായത് 1/2, അതായത് 2 ഭാഗങ്ങളിൽ 1 എടുക്കുന്നു. ഇവിടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയായിട്ടുണ്ട്? ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ 3 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം എടുക്കുക എന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങൾ എടുക്കുക എന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. മുഴുവൻ്റെ 1/2 ഭാഗം കിട്ടാൻ ഇവയിലെ 3 എണ്ണം എടുക്കണം. അതായത് 1/2 3/6ന് തുല്യമാണ്. ഇങ്ങനെ എത്ര വേണമെങ്കിലും തുടരാം. ഉദാഹരണമായി 2 സമഭാഗങ്ങളിൽ ഓരോന്നിനെയും 50 സമഭാഗങ്ങളാക്കിയാലോ? ഓരോന്നും 50 ആക്കിയാൽ ഒന്നാമത്തതും 50, രണ്ടാമത്തതും 50. അപ്പോൾ 100 ഭാഗങ്ങളാവും ആകെ മൊത്തത്തിൽ. മുഴുവൻ്റെ 1/2 ഭാഗം കിട്ടാൻ ഇവയിൽ എത്ര എണ്ണം എടുക്കണം? 1/2 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 50 എണ്ണം എടുക്കണം. കാരണം ഇവിടെ ഒരു ഭാഗം എന്നുള്ളത് നമ്മൾ 50 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. സോ 1/2 എന്ന് പറയുന്നത് എത്രയാണ്? 50/100 ആണ്.
50/100 എന്ന ഭിന്നസംഖ്യയിൽ ചുവട്ടിലെ 100 എന്ന സംഖ്യ ആകെ എത്ര സമഭാഗങ്ങളായി മുറിച്ചു എന്നതിനെയാണ് കാണിക്കുന്നത്. അതായത് ഈ വൃത്തത്തിനെ ആകെ മൊത്തം എത്ര ഭാഗങ്ങളാക്കി, അതാണ് 100. മുകളിലുള്ളത് 50 എന്താണ്, എത്ര ഭാഗമാണ് നാം എടുക്കുന്നത്, അതാണ്. ഓക്കെ, മുറിക്കുക എന്നതിന് ഛേദിക്കുക എന്നും പറയാം. അതിനാൽ 100 എന്ന സംഖ്യയെ 50/100ന്റെ ഛേദം, ഡിനോമിനേറ്റർ എന്നാണ് പറയുന്നത്. ഭാഗത്തിന് അംശം എന്നും പറയാറുള്ളതിനാൽ 50നെ 50/100ന്റെ അംശം എന്നും പറയുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എത്ര ഭാഗമാണോ നമ്മൾ എടുക്കുന്നത് അതാണ് അംശം. ടോട്ടൽ എത്ര ഭാഗങ്ങളാണ് ഉള്ളത് അതാണ് ഛേദം. അപ്പോൾ 1/2 എന്ന ഭിന്നസംഖ്യയുടെ പല രൂപങ്ങളായിട്ടുള്ള 1/2, 2/4, 3/6, 4/8 എന്നിവയിലെ ഛേദങ്ങൾ 2, 4, 6, 8 എന്നിങ്ങനെ 2ന്റെ ഗുണിതങ്ങളാണ്. അല്ലേ, നോക്കിക്കേ, 2, 4, 6, 8 എന്ന് പറയുന്നത് 2ന്റെ ഗുണിതങ്ങളാണ്. അംശങ്ങൾ ശ്രദ്ധിക്കുക, 1, 2, 3, 4 എന്നിങ്ങനെയാണ് പോകുന്നത്. ഇതെന്താണ്, 2നെ ഗുണിച്ച സംഖ്യകളാണ്. ഇവിടെ നിങ്ങൾ 1/2 എന്ന ഭിന്നസംഖ്യ ശ്രദ്ധിക്കുക. ഇവിടെ ഏത് സംഖ്യയോട് 2 ഗുണിച്ചാലാണ് നമുക്ക് 2 കിട്ടുക? 1 ഗുണിക്കണം 2 ആണ് അല്ലേ. സോ 1 മുകളിൽ അംശമായിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി 2/4 നോക്കിക്കേ, 4 കിട്ടാൻ വേണ്ടിയിട്ട് 2നെ ഏത് സംഖ്യയോട് ഗുണിക്കണം? 2 ഗുണിക്കണം 2 ആണ് 4. അപ്പോൾ 2 എന്നാണ് അംശമായിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി 3/6 നോക്കുക, 6 കിട്ടാൻ വേണ്ടിയിട്ട് 2നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. 3 ഗുണിക്കണം 2 ആണ് 6. അതുകൊണ്ട് 3 അവിടെ അംശമായിട്ട് വന്നത്. ഇനി 4/8 നോക്കുക, 8 കിട്ടാൻ വേണ്ടിയിട്ട് 2നെ ഏത് സംഖ്യയുമായി ഗുണിക്കണം? 4 ഗുണിക്കണം. 4 ഇവിടെ അംശമായിട്ട് വന്നിട്ടുള്ളത്. ഇനി 1/3ന്റെ കാര്യം നോക്കാം. 1/3ഉം 2/6ഉം ഒരേ ഭാഗം തന്നെയാണെന്ന് കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു ചതുരം വരയ്ക്കാം. ഈ ഒരു ചതുരം നോക്കിക്കേ, തുല്യമായിട്ടുള്ള 3 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, 3 ഭാഗങ്ങളാണ്. ഇതിൽ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ 1/3 എന്നാണ് അല്ലേ. ആകെ മൊത്തം 3 ഭാഗമാണ്. അത് ഛേദമായിട്ട് ഇതും എടുക്കുന്നത് ഒരു ഭാഗമാണ്, അത് അംശമായിട്ട് വരും. ഇനി മറ്റൊരു ചതുരം വരയ്ക്കുക. ഇവിടെ നമ്മൾ നേരത്തെ ഭാഗങ്ങളാക്കിയതുപോലെ തന്നെ 3 ഭാഗങ്ങളാക്കുക. എന്നിട്ട് ഇതിലുള്ള ഓരോ ഭാഗത്തെയും വീണ്ടും 2 ഭാഗമാക്കുക. ഒന്നാമത്തതും 2 ഭാഗം, രണ്ടാമത്തതും 2 ഭാഗം, മൂന്നാമത്തതും 2 ഭാഗം. അപ്പോൾ ആകെ മൊത്തം 6 ഭാഗങ്ങളായിട്ടുണ്ട് അല്ലേ. സോ ഈ ഒരു ചതുരത്തെ 6 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ 2 ഭാഗം എടുക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഭിന്നസംഖ്യ എന്താണ് വരിക? 2/6 എന്നാണല്ലോ. ഇവിടെ 2 ഭാഗം എന്ന് പറയുന്നത് നേരത്തെ ആദ്യത്തെ ചിത്രത്തിലെ ഒരു ഭാഗത്തിന് തുല്യമാണ് അല്ലേ. അതായത് 1/3ഉം 2/6ഉം തുല്യമാണ്. ഇതാണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചിത്രം നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ. അതായത് ഒരു ചതുരത്തെ 3 ഭാഗങ്ങളാക്കി അതിൽ ഒരു ഭാഗം എടുക്കുക എന്ന് പറയുന്നതും ഒരു ചതുരത്തെ 6 ഭാഗങ്ങളാക്കി അതിൽ 2 ഭാഗം എടുക്കുക എന്ന് പറയുന്നതും തുല്യമാണ്. ഇനി വൃത്തം വരയ്ക്കുക. ഈ വൃത്തത്തെ നമുക്ക് തുല്യമായിട്ടുള്ള 3 ഭാഗങ്ങളാക്കി മാറ്റാം. എന്നിട്ട് ഇവിടെ പറയാണ് ഈ ഒരു ഭാഗം എടുക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഭിന്നസംഖ്യ വരിക? ആകെ മൊത്തം 3 ഭാഗമാണ്, അത് ഛേദം ഒരു ഭാഗമാണ് എടുക്കുന്നത്, 1/3 എന്ന് വരും. ഇനി ഈ 3 ഭാഗങ്ങളാക്കിയിട്ടുള്ള ഈ ഒരു വൃത്തത്തിലെ ഓരോ ഭാഗത്തെയും നമുക്ക് വീണ്ടും 2 ഭാഗങ്ങളാക്കാം. ഓക്കെ, അപ്പോൾ എത്രയായി? മൊത്തത്തിൽ എത്ര ഭാഗങ്ങളായിട്ടുണ്ട്? ഇവിടെ ഓരോ ഭാഗവും 2 എണ്ണമാക്കുമ്പോൾ മൊത്തത്തിൽ 6 ഭാഗങ്ങളാക്കിയിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടെ പറയാണ് ഈ 6 ഭാഗങ്ങളാക്കിയിട്ടുള്ളതിൽ ഈ 2 ഭാഗം എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭിന്നസംഖ്യ എന്താണ് വരിക? 2/6 എന്നാണ്. ആകെ മൊത്തം 6, എടുക്കുന്നത് 2. ഓക്കെ, ഇനി പറയാണ് ഇതേ വൃത്തം തന്നെ ഇതിലെ ഓരോ ഭാഗത്തെയും 3 ഭാഗങ്ങളാക്കി മാറ്റുകയാണ്. ഈ ഒരു ഭാഗത്തെയും 3 ഭാഗമാക്കുകയാണ്. താഴെയുള്ളത് 3, സൈഡിലുള്ളത് 3, അങ്ങനെ ഓരോ ഭാഗവും 3 എണ്ണമാക്കുകയാണ്. മൊത്തത്തിൽ എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 3 ഭാഗവും 3 എണ്ണമാക്കുമ്പോൾ 9 ആണ് അല്ലേ. ആകെ മൊത്തം 9 ഭാഗങ്ങളാണ് വരുന്നത്. ഇവിടെ പറയാണ് ഈ 3 ഭാഗം എടുക്കുകയാണ്. അപ്പോൾ 3/9 എന്നാണ് വരുന്നത്. ഭിന്നസംഖ്യ 3/9 എന്നാണ് വരുന്നത്. ഇവിടെ ഈ 3ഉം തുല്യമല്ലേ.
1/3 2/6 3/9 തുല്യമാണ് അല്ലേ? അവസാനത്തെ ചിത്രത്തിലെ 3 ഭാഗം എന്ന് പറയുന്നത് ആദ്യത്തെ ചിത്രത്തിലെ ഒരു ഭാഗത്തിന് തുല്യമാണ്. ആ ഒരു ഭാഗത്തെയാണ് നമ്മളിവിടെ 3 ഭാഗങ്ങളാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് 1/3 2/6 3/9 തുല്യമാണ്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇവിടെ വൃത്തത്തിന്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ഈ ഒരു വൃത്തത്തെ 3 ഭാഗങ്ങളാക്കിയിട്ട് അതിൽ 3 ഭാഗം എടുക്കുകയാണെങ്കിൽ 3/9 ചിത്രമാണ് നൽകിയിട്ടുള്ളത്. 3/9 1/3 തുല്യമാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇതേപോലെ ചതുരം വരച്ചും കാണിക്കുന്നുണ്ട്. ചതുരത്തെ 9 ഭാഗങ്ങളാക്കിയിട്ട് അതിൽ 3 ഭാഗം എടുക്കുകയാണ്. അപ്പോൾ 3/9 എന്നാണ് ഭിന്നസംഖ്യ വരുന്നത്. ഇത് എന്തിനു തുല്യമാണ്? അതേ ചതുരത്തെ 3 ഭാഗങ്ങളാക്കിയിട്ട് ഒരു ഭാഗം എടുക്കുക എന്നതിന് തുല്യമാണ്. അതായത് 1/3 തുല്യമാണ്. 1/2 കുറിച്ച് പറഞ്ഞതുപോലെ ഇതും തുടരാം. ഒരു വസ്തുവിനെയോ അളവിനെയോ 3 സമഭാഗങ്ങളാക്കിയാൽ ഓരോന്നും മുഴുവൻ്റെ 1/3 ഭാഗം അല്ലേ? അതായത് ഒരു വൃത്തത്തെ 3 ഭാഗങ്ങളാക്കിയിട്ട് അതിൽ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ 1/3 എന്നാണ് പറയുക. 3 സമഭാഗങ്ങളിൽ ഓരോന്നിനെയും വീണ്ടും 2 സമഭാഗങ്ങളാക്കിയാലോ? ഓരോന്നിനെയും വീണ്ടും 2 ആക്കിയാൽ ആകെ മൊത്തം 6 ഭാഗങ്ങളാവും അല്ലയോ? ഇവിടെ ഒരു ഭാഗം എടുക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഭാഗം എടുക്കുക എന്നതാണ് അല്ലേ? നമ്മൾ ഓരോന്നിനെയും 2 എണ്ണമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം എടുക്കുക എന്നുള്ളത് 2 ഭാഗം എടുക്കുക എന്നാണ് പറയാം. അതായത് 1/3 എന്തിന് തുല്യമാണ്? 2/6 തുല്യമാണ്. നമ്മൾ നേരത്തെ വരച്ച് കാണിച്ച കാര്യം തന്നെ പിന്നെയും റിപ്പീറ്റ് ആയിട്ട് സെയിം കാര്യം തന്നെ പറയാണ്. ഇനി 3 ഭാഗങ്ങളിൽ ഓരോന്നിനെയും വീണ്ടും 3 സമഭാഗങ്ങളാക്കിയാലോ? അതായത് ഒന്നാമത്തെ ഭാഗവും 3 എണ്ണം ആക്കുക, രണ്ടാമത്തത് 3, മൂന്നാമത്തത് 3, ആകെ മൊത്തം 9 ഭാഗങ്ങളാവും അല്ലേ? ഇവിടെ ഒരു ഭാഗം എടുക്കുക എന്നത് എന്തിന് തുല്യമാണ്? 3 ഭാഗങ്ങൾ എടുക്കുക എന്നതിന് തുല്യമാണ്. അതായത് 1/3 3/9 തുല്യമാണ്. അടുത്തത് പറയുകയാണ് 3 സമഭാഗങ്ങളിൽ ഓരോന്നും 25 സമഭാഗങ്ങളാക്കിയാലോ? ഒന്നാമത്തതും 25, രണ്ടാമത്തതും 25, മൂന്നാമത്തെ ഭാഗവും 25, ആകെ എത്ര സമഭാഗങ്ങൾ? 3 ഗുണിക്കണം 25 75 സമഭാഗങ്ങളാവും അല്ലേ? അവയിൽ എത്ര എണ്ണം എടുത്താലാണ് മുഴുവൻ്റെ 1/3 ഭാഗം കിട്ടും? ഇവിടെ ഒരു ഭാഗം എന്ന് പറയുന്നത് 25 സമഭാഗങ്ങളാണല്ലോ. അപ്പോൾ 1 എടുക്കുക എന്ന് പറയുന്നത് 25 എണ്ണം എടുക്കുക എന്നതിന് തുല്യമാണ്. സോ 1/3 തുല്യമായത് 25/75 ആണ്. അപ്പോൾ 1/3 എന്ന ഭിന്നസംഖ്യയുടെ പല രൂപങ്ങളാണ്. 1/3, 2/6, 3/9, 4/12 ഇങ്ങനെ തുടർന്നു പോവും. എന്നിവയിലെ ഛേദങ്ങൾ ശ്രദ്ധിക്കൂ. 3, 6, 9, 12 എന്നിങ്ങനെ 3ന്റെ ഗുണിതങ്ങളാണല്ലോ. അംശങ്ങൾ 1, 2, 3, 4 എന്നിങ്ങനെയാണ് അല്ലേ? ഇത് 3നെ ഗുണിച്ച സംഖ്യകളാണ്. അതായത് 1/3 എന്ന് പറയുമ്പോൾ എത്ര ഗുണിക്കണം സംഖ്യയാണ്? ഏതിനോട് ഗുണിച്ചാലാണ് നമുക്ക് 3 കിട്ടുന്നത്? 1 ഗുണിക്കണം 3 ആണ് അല്ലേ? സോ 1 അംശം. ഇനി 2/6 6 കിട്ടാൻ വേണ്ടിയിട്ട് 3നോട് ഏത് സംഖ്യയുമായി ഗുണിക്കണം? 2മായി ഗുണിച്ചാലാണ് 6 കിട്ടുന്നത്. 2 അംശം വരിക. ഇനി 3നെ 3 ഗുണിച്ചാലാണ് 9 കിട്ടുക. അപ്പോൾ അംശമായിട്ട് 3 എന്ന് വന്നു. ഇനി 4/12 3നെ 4 ഗുണിച്ചാലാണ് 12 കിട്ടുക. അപ്പോൾ അംശം 4 എന്ന് വന്നു. അടുത്തത് താഴെ കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ചുവടെ പറയുന്ന ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കുക. 1/2ന്റെ 24 ഛേദമായിട്ടുള്ള രൂപം. ഇവിടെ 1/2 എന്ന ഭിന്നസംഖ്യയ്ക്ക് തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യയാണ് കാണേണ്ടത്. 24 ഛേദം എന്ന് നൽകിയിട്ടുണ്ട്. അംശം നമ്മൾ കണ്ടെത്തണം. 24 എന്നുള്ളത് എന്താണ്? 2ന്റെ ഗുണിതമാണ്. 2നെ ഏത് സംഖ്യയുമായി ഗുണിച്ചാലാണ് നമുക്ക് 24 കിട്ടുന്നത്? അത് കാണാൻ 24 ഹരിക്കണം 2 ചെയ്ത് നോക്കുക. 2ൽ ഒരു 2 ആണുള്ളത്. ഒരു 2 2, ബാക്കി 4, 4ൽ 2 2, 2 2 4, 12 ആണ്. 12 ഗുണിക്കണം 2 ആണ് 24. അതുകൊണ്ട് നമുക്ക് എന്താണ്? 12 ആണ് ഉത്തരമായിട്ട് വരുന്നത്. 12 ആണ് അവിടെ അംശമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 12/24 ആണ്. ഓക്കെ, ഇനി അടുത്തത് 1/2ന്റെ 24 അംശമായിട്ടുള്ള രൂപം. 1/2 ആണ് ഭിന്നസംഖ്യ. ഇതിന് തുല്യമായതാണ്. അംശം നൽകിയിട്ടുണ്ട് 24 എന്ന്.
താഴെയുള്ള ഛേദം കാണണം. നമുക്കറിയാം ഇവിടെയുള്ള ഛേദം എന്ന് പറയുന്നത് എന്തായിരിക്കും? 2ന്റെ ഗുണിതമായിരിക്കും, അല്ലയോ? അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെയുള്ളത് 2ന്റെ ഗുണിതമായിരിക്കും. 2നെ ഏതുമായിട്ടാണോ ഗുണിച്ചിട്ടുള്ളത് അതാണ് മുകളിലുള്ള അംശം. സോ 2നെ 24മായിട്ടാണ് ഗുണിക്കുക. 2 ഗുണിക്കണം 24 എത്രയാണ്? 48 ആണ്. അതാണ് ഛേദമായിട്ട് വരിക. 24/48 എന്നാണ് ഉത്തരം. 48 ആണ് ഛേദം. അടുത്ത ചോദ്യം 1/3ന്റെ 24 ഛേദമായിട്ടുള്ള രൂപം. ഇവിടെ ഛേദം 24 നൽകിയിട്ടുണ്ട്. 3ന്റെ ഗുണിതമാണ് 24. 3നെ ഏത് സംഖ്യയുമായി ഗുണിച്ചാലാണ് നമുക്ക് 24 കിട്ടുന്നത്? 24 ഹരിക്കണം 3 ചെയ്ത് നോക്കിയാൽ മതി. 24ൽ 8 3ആണുള്ളത്. 8 3 24 അതായത് 3നെ 8 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 24 കിട്ടിയത്. അതായത് അംശം വരുന്നത് 8 എന്നാണ്. 3 ഗുണിക്കണം 8 ആണ് 24. അതുകൊണ്ട് തന്നെ ഉത്തരം വരുന്നത് 8 ആണ്. ഓക്കെ, 8/24 എന്നാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം 1/3ന്റെ 24 അംശമായിട്ടുള്ള രൂപം. 1/3 ആണ്. 24 അംശമാണ് നൽകിയിട്ടുണ്ട്. ഛേദം കാണണം. നമുക്കറിയാം ഇവിടെയുള്ള ഛേദം എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമായിരിക്കും. 3നെ ഏതുകൊണ്ടാണ് ഗുണിച്ചത് അതാണ് അംശം. അതായത് 3 ഗുണിക്കണം 24 അതാണ് ഛേദം വരിക. 24 ഗുണിക്കണം 3 ചെയ്ത് നോക്കിക്കേ. 3 4 12 3 6 1 72 ആണ് ഉത്തരം വരുന്നത്. അതായത് ഛേദം 72 ആണ് കിട്ടിയിട്ടുള്ളത്. 24/72 ആണ് ഉത്തരം വരുന്നത്. ഇനി അടുത്ത ചോദ്യം 1/4ന്റെ 100 അംശമായിട്ടുള്ള രൂപം. 1/4ൻ്റെതാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ അംശം 100 ആണ് നൽകിയിട്ടുണ്ട്. ഛേദം കാണണം. ഛേദം എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമായിരിക്കും. 4നെ ഏതുകൊണ്ടാണ് ഗുണിച്ചത് അതാണ് അംശമായിട്ട് നൽകിയിട്ടുള്ളത്. അതായത് 100 ഗുണിക്കണം 4 ആയിരിക്കും ഛേദം. 100 ഗുണിക്കണം 4 എത്രയാണ്? ആദ്യം നിങ്ങൾ 1 ഗുണിക്കണം 4 ചെയ്യുക. 4 ആണ്. 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക. 400 ആണ് ഉത്തരം. 100/400 എന്നാണ് ഉത്തരം വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് 1/4ന്റെ 3 വ്യത്യസ്ത രൂപങ്ങൾ എഴുതുക. 1/4ന്റെ വ്യത്യസ്ത രൂപങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് 1/4നെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് ഇവിടെ 2 എന്ന സംഖ്യ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കാം. അംശവും ഛേദവും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. 1 ഗുണിക്കണം 2 2 ആണ്. 4 ഗുണിക്കണം 2 8 ആണ്. 2/8 എന്ന രൂപം കിട്ടി. ഇനി വേറെ രൂപം കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു സംഖ്യയുമായി ഗുണിക്കുക. ഞാനിവിടെ 3 ആണ് എടുക്കുന്നത്. 1 ഗുണിക്കണം 3 ചെയ്യുക. 4 ഗുണിക്കണം 3 ചെയ്യുക. അംശവും ഛേദവും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് 3/12 എന്ന് കിട്ടി. ഇനി മറ്റൊരു രൂപം കാണാൻ വേണ്ടിയിട്ട് 1/4നെ മറ്റൊരു സംഖ്യയുമായി ഗുണിക്കുക. ഞാനിവിടെ 4 കൊണ്ടാണ് ഗുണിക്കുന്നത്. 1 ഗുണിക്കണം 4 ചെയ്യുക. 4 ഗുണിക്കണം 4 നമുക്ക് 4/16 എന്ന് കിട്ടി. ഇവിടെ 1/4ന്റെ 3 വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തുടർച്ച രൂപങ്ങൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ കാണാവുന്നതാണ്, അല്ലേ? സോ ആൻസർ വരുന്നത് 2/8, 3/12, 4/16 എന്നിങ്ങനെയാണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ചുവടെ പറയുന്ന സംഖ്യാ ജോഡികളുടെ ഒരേ ഛേദമുള്ള 3 രൂപം കണക്കാക്കുക. ഇവിടെ ഓരോ ജോഡികളായിട്ടാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരേ ഛേദം വരുന്ന 3 രൂപങ്ങൾ കണ്ടെത്തണം. ആദ്യത്തെ ജോഡി വരുന്നത് 1/2, 1/3 എന്നാണല്ലോ. ആദ്യത്തേത് 1/2, 1/3 ആണ്. ഇതിൻ്റേത് ഛേദം ഒരേത് വരണം, അല്ലേ? അതായത് ഇവിടെ നിങ്ങൾ 2ന്റെ ഗുണിതവും 3ന്റെ ഗുണിതവും സെയിം സംഖ്യ ഏതാണ് വരുന്നത് നോക്കുക. ഇവിടെ 6 2ലും വരുന്നുണ്ടല്ലേ. 2ന്റെ ഗുണിതവുമാണ് 6, 3ന്റെ ഗുണിതവുമാണ് 6. സോ നമുക്ക് 6 വെച്ചിട്ട് ചെയ്യാം. ഇനി അംശം കാണാൻ വേണ്ടിയിട്ട് 2നെ ഏതുമായി ഗുണിച്ചപ്പോഴാണ് 6 കിട്ടിയത്? 3. അപ്പോൾ 1 ഗുണിക്കണം 3 ചെയ്യുക. 3 ആയിരിക്കും അംശം വരുന്നത്. ഇനി 3നെ ഏത് സംഖ്യയായി ഗുണിച്ചപ്പോൾ 6 കിട്ടുന്നത്? 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ അംശത്തെയും 2 കൊണ്ട് ഗുണിക്കുക. 1 ഗുണിക്കണം 2 2. 2/6 3/6 കിട്ടി. ഒരേ ഛേദമാണ് വരുന്നത്. നമുക്ക് 3 രൂപങ്ങൾ കാണണം. ഇനി മറ്റൊന്ന് കാണാം. 1/2ഉം 1/3 ആണല്ലോ. ഇനി ഒരേ സെയിം ഗുണിതങ്ങൾ വരുന്നത് ഏതാണ്? 2ന്റെയും ഗുണിതവും 3ന്റെയും ഗുണിതം സെയിം ആയിരിക്കണം. 9. പക്ഷേ 9 എന്താണ്? 2ന്റെ ഗുണിതങ്ങളല്ലല്ലേ. സോ 9 നമുക്ക് ഛേദമായിട്ട് കൊടുക്കാൻ പറ്റില്ല. 12 കൊടുക്കാമല്ലേ. 2ന്റെയും ഗുണിതമാണ്. 3ന്റെയും ഗുണിതങ്ങളിൽ 12 വരുന്നുണ്ട്. സോ 12 ഛേദം വരുന്ന രീതിയിൽ എഴുതാം. ഓക്കെ, നമുക്കിനി അംശം കണ്ടെത്താം.
3നെ ഏത് സംഖ്യയുമായി ഗുണിച്ചപ്പോഴാണ് നമുക്ക് 12 കിട്ടുന്നത്? 4ആണ്. 2നെ ഏത് സംഖ്യയുമായി ഗുണിച്ചപ്പോഴാണ് നമുക്ക് 12 കിട്ടുന്നത്? 6ഉമായിട്ടാണ്. സോ അംശത്തെയും ഇതേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. 4 ഗുണിക്കണം 1 4ആണ്. 1 ഗുണിക്കണം 6 6ആണ്. 6/12 4/12 എന്നാണ് നമുക്ക് ഭിന്നസംഖ്യകൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു രൂപം കൂടി കാണണം ഇതേ ജോഡിയുടേത്. അതായത് 1/2ൻ്റെയും 1/3ൻ്റെയും ഛേദം ഒരേത് വരുന്ന മറ്റൊരു രൂപം കൂടി കണ്ടെത്താം. ഇനി 2ഉം 3ൻ്റെയും ഗുണിതങ്ങൾ സെയിം വരുന്നത് ഏതാണെന്ന് നോക്കുക. ഒരേത് തന്നെ വരണം. ഒരേത് വരുന്നത് 15 2ൻ്റെയിൽ വരുന്നില്ല, 18 വരുന്നുണ്ട് അല്ലേ? 18 3ൻ്റെയും ഗുണിതമാണ് 2ൻ്റെയും. 3നെ ഏത് സംഖ്യയുമായി ഗുണിച്ചപ്പോഴാണ് 18 കിട്ടുന്നത്? 6ഉമായി ഗുണിച്ചപ്പോഴാണ്. സോ നിങ്ങൾ അംശത്തെയും 6 കൊണ്ട് തന്നെ ഗുണിക്കണം. ഇനി 2നെ 9ഉമായി ഗുണിച്ചാലാണ് നമുക്ക് 18 കിട്ടുന്നത്. അതുകൊണ്ട് 1നെയും 9 കൊണ്ട് തന്നെ ഗുണിക്കണം. 9/18 6/18 എന്നിങ്ങനെയാണ് ഉത്തരം വരുന്നത്. ഫസ്റ്റ് ജോഡിയുടേത് നമ്മൾ കണ്ടെത്തി. ഇനി രണ്ടാമത്തെ ജോഡിയാണ് 1/2 1/4. കണ്ടെത്താൻ എളുപ്പമാണല്ലേ? കാരണം 2ൻ്റെയും 4ൻ്റെയും ഗുണിതങ്ങൾ വരുന്നത് ഒരേത് തന്നെയാണ്. സോ നമുക്ക് ആദ്യം ഛേദം ഏത് വരുന്നത് എഴുതാം? ആദ്യം ഛേദം 4 വരുന്ന രീതിയിൽ എഴുതാം അല്ലേ? 2ൻ്റെയും 2 സംഖ്യകളുടെയും ഛേദം 4 കൊടുക്കാം. അപ്പോൾ 4 ആക്കണമെങ്കിൽ നമുക്ക് 2നെ ഏത് കൊണ്ട് ഗുണിക്കണം? 2നെ 2 കൊണ്ട് ഗുണിച്ചാലാണ് 4. സോ നിങ്ങൾ 1നെയും 2 കൊണ്ട് തന്നെ ഗുണിക്കണം. ഇനി 4നെ 1 കൊണ്ട് ഗുണിച്ചാൽ 4ആണ്. സോ നിങ്ങൾ അവിടെയുള്ള അംശത്തെയും 1 കൊണ്ട് ഗുണിക്കണം. 1 ഗുണിക്കണം 2 2/4 എന്ന് കിട്ടി. 1 ഗുണിക്കണം 1 1/4 എന്ന് കിട്ടി. ഒരു ജോഡി നമ്മൾ ഒരു രൂപം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇനി വേറെ രൂപവും നമ്മൾ കണ്ടെത്തണം. ഏത് സംഖ്യ കൊണ്ടാണോ ഛേദം ഗുണിക്കുന്നത് അതേ സംഖ്യ കൊണ്ട് തന്നെ അംശം ഗുണിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് 8 ഛേദം വരുന്ന രീതിയിൽ എഴുതാം. 2ൻ്റെയും 4ൻ്റെയും ഗുണിതമാണ് 8. ഇനി നോക്കേണ്ടത് 4നെ ഏത് സംഖ്യയുമായി ഗുണിച്ചാലാണ് നമുക്ക് 8 കിട്ടുന്നത്? 2 കൊണ്ടാണ്. സോ നിങ്ങൾ 1നെയും 2 കൊണ്ട് തന്നെ ഗുണിക്കണം. 2/8 എന്ന് കിട്ടി. ഇനി 2നെ 4 കൊണ്ട് ഗുണിച്ചാലാണ് 8 കിട്ടുന്നത്. സോ അംശത്തെയും 4 കൊണ്ട് ഗുണിക്കണം. 4/8 2/8 എന്ന് കിട്ടി. ഇനി നമുക്ക് ഒരു രൂപം കൂടി കാണണം 1/4ൻ്റെയും 1/2ൻ്റെയും. നമുക്കിനി ഛേദം 12 വരുന്ന രീതിയിൽ എഴുതാം. ഓക്കെ, ഇവിടെ നിങ്ങൾ 2നെ ഏത് കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 12 കിട്ടുന്നത്? 6 കൊണ്ടാണ്. സോ 1നെയും 6 കൊണ്ട് ഗുണിക്കുക. 6/12 എന്ന് കിട്ടി. ഇനി 4നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 12. സോ 1നെയും 3 കൊണ്ട് തന്നെ ഗുണിക്കുക. 3/12 എന്ന് കിട്ടി. ഇനി അടുത്ത ജോഡിയാണ് 1/3 1/4. 3ൻ്റെയും 4ൻ്റെയും ഗുണിതങ്ങളായിട്ട് വരുന്നതാണ് നിങ്ങൾ ഛേദമായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, 3ൻ്റെയും ഗുണിതമായിരിക്കണം 4ൻ്റെയും ഗുണിതമായിരിക്കണം. 12 എടുക്കാം. 2ൻ്റെയും ഗുണിതമാണ്. 4 ഗുണിക്കണം 3 ആണ് 12. സോ 1 ഗുണിക്കണം 3 3/12 എന്ന് കിട്ടി. ഇനി 3നെ 4 കൊണ്ട് ഗുണിച്ചാലാണ് 12. 1നെയും 4 കൊണ്ട് ഗുണിക്കുക. 4/12 3/12 എന്ന രൂപം കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു രൂപം കാണണം. 1/3 1/4 എന്നാണ് നമ്മുടെ ജോഡി വരുന്നത്. 3ൻ്റെയും 4ൻ്റെയും ഗുണിതമായിട്ടുള്ളതാണ് നമ്മൾ ഛേദമായിട്ട് കൊടുക്കേണ്ടത്. സോ അടുത്തത് നമുക്കിനി 24 കൊടുക്കാം. 4 ഗുണിക്കണം 6 ആണ് 24. 1 ഗുണിക്കണം 6 കൊടുക്കുക. 6/24 എന്ന് കിട്ടി. ഇനി 3 ഗുണിക്കണം 8 ആണ് 24 വരുന്നത്. സോ 1 ഗുണിക്കണം 8 ചെയ്യുക. അതായത് 8/24 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു ജോഡിയുടേത് ഒരു രൂപം കൂടി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 8/24 6/24 എന്നിങ്ങനെയാണ്. നമുക്കിനി ഒരു രൂപം കൂടി കണ്ടെത്തണം. 1/3ൻ്റെയും 1/4ൻ്റെയും. നമുക്കിനി ഛേദമായിട്ട് 36 കൊടുക്കാം. 36 4ൻ്റെയും ഗുണിതമാണ് 3ൻ്റെയും ഗുണിതമാണ്. സോ 36 ഛേദമായിട്ട് കൊടുക്കാം. 4 ഗുണിക്കണം 9 ആണ് 36. സോ 1 ഗുണിക്കണം 9 ചെയ്യുക. 9/36 എന്ന് കിട്ടി. 3 ഗുണിക്കണം 12 ആണ് 36. 1 ഗുണിക്കണം 12 ചെയ്യുക. 12/36 9/36 എന്നിങ്ങനെയാണ് ഉത്തരം വരുന്നത്. മൂന്നാമത്തെ ചോദ്യം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാലാമത്തെ ചോദ്യമാണ്. 1/3 10 100 1000 എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഛേദമായ രൂപം ഉണ്ടോ? കാരണം പറയുക. ഇല്ലല്ലേ? കാരണം എന്താണ്? 1/3ൻ്റെ രൂപങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ ഛേദമൊക്കെ 3ൻ്റെ ഗുണിതങ്ങളായിരിക്കും. ഇവിടെ 10 100 1000 എന്നൊക്കെ എന്താണ്? 3ൻ്റെ ഗുണിതങ്ങളാണോ? അല്ല. സോ നമുക്ക് എന്ത് പറയാം? 10 100 1000 ഒക്കെ 3ൻ്റെ ഗുണിതങ്ങളല്ല. സോ ഉത്തരമായിട്ട് എഴുതി കൊടുക്കുക. ഇല്ല. കാരണം 1/3 എന്ന ഭിന്നത്തിന് ഛേദമായി 10 100 1000 എന്നിവ വരണമെങ്കിൽ അവ 3ൻ്റെ ഗുണിതങ്ങളായിരിക്കണം. എന്നാൽ
10, 100, 1000 എന്നിവ 3ന്റെ ഗുണിതങ്ങളല്ല. അതിനാൽ 1/3 എന്ന ഭിന്നത്തിന് ഛേദം 10, 100, 1000 ആയ തുല്യ ഭിന്നങ്ങൾ ഉണ്ടാകില്ല. നമ്മളിവിടെ ഈ ചോദ്യങ്ങൾ വരെയാണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ ബാലൻസ് പേജ് നമ്പർ 25 മുതൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ടും അറിയിക്കുക. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.